മൂന്നാമത് പരിപാടി ഷാജൻ ചേട്ടാ, ഇറ്റ്സ് ഫോർ യു. For me? Yeah, okay. വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഫെലിക്സ് ദേവസി. ചേട്ടാ, എങ്ങനെയുണ്ട് ഈ സർപ്രൈസ്? ഓ, അടിപൊളി സർപ്രൈസ് ആണ് ഫെലിക്സ് ചേട്ടാ. സന്തോഷം. സ്വാഗതം. ഫെലിക്സ് ചേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോട്ടയംകാരനാണ്. ഫെലിക്സ് ചേട്ടൻ ഒരു ഗംഭീര കലാകാരനാണ്. ഫെലിക്സ് ചേട്ടൻ ഒരു ഉഗ്രൻ ഗിറ്റാറിസ്റ്റ് ആണ്. ഫെലിക്സ് ചേട്ടൻ എന്താണ്, നന്നായിട്ട് പാരഡി എഴുതും, പാരഡി പാടും, നല്ലൊരു മ്യൂസീഷ്യനാണ്, മ്യൂസിക് ഡയറക്ടറാണ്, എല്ലാമാണ്. അപ്പം എനിക്ക് ഫെലിക്സ് ചേട്ടനായിട്ടൊരു ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സ്കൂളിൽ പഠിപ്പിച്ച എന്താണ്, നമ്മളൊക്കെ ജീവിതത്തിൽ എന്നും ഓർത്തിരിക്കുന്ന, നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള അധ്യാപകരിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന 1-2 അധ്യാപകരുണ്ടാവുമല്ലോ. അതിൽ എന്നെ ഹൈസ്കൂളിൽ പഠിപ്പിച്ച ദേവസി സാർ എന്ന് പറഞ്ഞൊരു സാറുണ്ട്. അദ്ദേഹത്തിൻ്റെ മകനാണ് ദേവസി സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമറിന് ഹ്യൂമർ, സീരിയസ് ആണെങ്കിൽ സീരിയസ്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നത്, നമ്മൾ എന്തെങ്കിലുമൊക്കെ കുരുത്തക്കേട് കാണിച്ച് അവിടെ നിൽക്കുമ്പോൾ സാറ് വന്നിട്ട് ഇങ്ങനൊരു അടിയുണ്ട്. ഇന്നും ആരെങ്കിലും ഇങ്ങനെ അടിക്കുന്നുണ്ട് എനിക്ക് ഓർമ്മ വരുന്നത് ഫെലിക്സ് ചേട്ടൻ്റെ പപ്പായാണ്, ദേവസി സാറിനെയാണ്. അപ്പോൾ ഫെലിക്സ് ചേട്ടൻ ഇപ്പം ഫേമസ് ആയിട്ടുള്ളത് എനിക്ക് തോന്നുന്നു യൂട്യൂബിൽ ഒരുപാട് ഗംഭീര പാരഡികൾ നിങ്ങൾ കേട്ട് കഴിയുമ്പം അത് മനസ്സിലാവും. നമ്മൾ ഇരിക്കുന്ന പലർക്കും ഇപ്പോൾ ഇതിനോടകം തന്നെ മനസ്സിലായില്ല. കുട്ടികളുടെ കാർട്ടൂൺ എന്നോട് പലരും അതിന്റെ മുന്നിലാ ഇപ്പോഴും. ഷേരുവിന് ഷാജോൺ ഡബ്ബി, ഞാൻ ആർക്കാ ദിവസം പരിസരം ചെയ്ത് സൂത്രനും ഷേരു. അതിന് ഞാൻ ഡബ്ബി ചെയ്ത ആർക്കാണ്? ഷേരുവിന്. ഷാൻചേട്ടനും കടുവയ്ക്ക് ഡബ് ചെയ്തിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു ഇല്ല ചെയ്തിട്ടില്ല. ഞാൻ കേൾപ്പിക്കാന്ന് പറഞ്ഞിട്ട് കേൾപ്പിക്കും. ഞാൻ പണ്ട് ചെയ്തിട്ടുണ്ട്. അത് ഇപ്പോഴും ഫെലിക്സ് ചേട്ടൻ്റെ ആണ് അതിന്റെ മേക്കിംഗ് കംപ്ലീറ്റ് അല്ലേ? അതിന്റെ ചെയ്തിട്ട് ഇപ്പോഴും ഓർത്തിരിക്കുന്നില്ലേ? ഞാൻ ഒരു ഹോട്ടലില് കുളിച്ചോണ്ടിരുന്നപ്പോ സാബു പ്ലാങ്കുള്ള സൗണ്ട്, എന്റെ കാട്ടിൽ കയറിയോടാ നീ എന്നും പറഞ്ഞു. അത് സാബു പ്ലാങ്കുള്ള എന്താ പരിപാടി? തുറന്നപ്പോ ഒരു കുറുക്കായി സിംഹത്തിനടുത്ത്. അത് മുൻപ് ഫെലിക്സ് ചേട്ടൻ ചെയ്യിപ്പിച്ചാണ്. അത് ഫെലിക്സ് ചേട്ടൻ അന്ന് കുറെ സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ട്. പറഞ്ഞു, മോനെ നീ പറഞ്ഞോടാ, നീ എങ്ങനെ വേണം പറഞ്ഞോ, ഞാനത് മേക്ക് ചെയ്തോളാം, കുഴപ്പമില്ലെന്ന് പറഞ്ഞ്. പക്ഷെ അത് കണ്ടു കഴിയുമ്പോഴാണ് നമുക്ക് അതിന്റെ ഒരു ബ്യൂട്ടി മനസ്സിലാവുന്നത് ഫെലിക്സ് ചേട്ടാ. അതിപ്പോഴും ഒരുപാട് പേര് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു എന്താണ് ഒരു ഗംഭീര കലാകാരനാണ് ഫെലിക്സ് ചേട്ടൻ. ഫെലിക്സ് ചേട്ടൻ ഇന്ന് നമ്മുടെ ഈ വേദിയിൽ കാണാൻ കഴിഞ്ഞാലും ഒരുപാട് സന്തോഷമുണ്ട് ഫെലിക്സ് ചേട്ടാ. താങ്ക് യു വെരി മച്ച്. അപ്പൊ ഇന്നെന്താ ഫെലിക്സ് ചേട്ടാ പാടാൻ പോകുന്നത്? ഞാൻ പാടാൻ പോകുന്നത് കോമഡി മാസ്റ്റേഴ്സിനെ കുറിച്ചൊരു പാട്ടാണ്, ചിരിയെ കുറിച്ചൊരു പാട്ടാണ്. അതുപോലെ നമ്മളുടെ നെഗറ്റിവിറ്റിയിൽ നിന്നാണ് ഈ പാട്ട് തുടങ്ങുന്നത്. ആ നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളെന്നും കാണുന്ന വാർത്തകളാണ്. പത്രം വായിച്ചു കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ നേരത്തേക്ക് നെഞ്ചിനകത്തൊരു വേദനയാണ്. അത് മാറണമെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ പാട്ട് കേൾക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും കോമഡി കാണണം. അപ്പോൾ അത്തരത്തിൽ ചിരിയുടെ വഴികളും ചിരിയുടെ ആവശ്യകതയൊക്കെയുള്ള, ശരിക്കും കോമഡി ഇല്ലാത്ത ഒരു സീരിയസ് പാട്ടാണ്. അതിൽ കോമഡി മാസ്റ്റേഴ്സ് വരുന്നുണ്ട്, നിങ്ങളെല്ലാവരും വരുന്നുണ്ട്. സോ നമുക്കത് പാടാം. ഓണത്തിന് ചേരുന്ന ഒരു നല്ല ട്യൂണാണ്. അൽഫോൻസിന്റെ ഒരു ട്യൂണിലാണ് ഈ പാട്ട് എഴുതിയിരിക്കുന്നത്. അപ്പൊ നമ്മുടെ കോമഡി മാസ്റ്റേഴ്സ് ഓണം മെഗാ ചാർജ് ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മുൻപ് പ്രോമിസ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഈ വേദിയിൽ വെച്ചിട്ട് അങ്ങ് കീപ്പ് ചെയ്യാൻ പോവുകയാണ്. പ്രോമിസ് ട്രൂ. അതെ, ഈ ഒരു ഓണ ദിവസം ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള, ഏറ്റവും സന്തോഷമായിട്ടുള്ള ഒരു മൊമെന്റ് ചിലപ്പോൾ ഇതായിരിക്കും. കറക്റ്റ് ആണ് പറഞ്ഞത്. ഇത് കുറച്ചുകൂടെ റിലീറ്റ് ചെയ്യാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നു നോബി ചേട്ടാ, അഖിൽ, ശ്വേത ചേച്ചി. സംഭവം ഇത്രയേ ഉള്ളൂ. നമ്മൾ ശാരികയ്ക്ക് വേണ്ടി ഒരു പ്രോമിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ കോമഡി മാസ്റ്റേഴ്സ് ഓണം മെഗാ ചാർജ് ഈവന്റിന്റെ ആ ദിവസം ഒരു വീട് നമ്മൾ നൽകും എന്നുള്ളത്. ഇനി ശാരിക ആരാന്നുള്ളതിന് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല. എങ്കിലും നമുക്ക് അഭിമാനത്തോടെ പറയാം, ശാരിക ഞങ്ങളുടെ സ്വന്തം കണ്ടസ്റ്റന്റ് ആണ്. കോമഡി മാസ്റ്റേഴ്സിന്റെ വേദിയിൽ സ്കിറ്റ് കളിക്കാൻ വന്നു. ഒരു വിഷമമുണ്ടെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. പിന്നീട് അതൊരു വലിയ കഥയായി. എനിക്ക് തോന്നുന്നു അത് ടെലികാസ്റ്റ് പോയ അന്നേ ദിവസം തന്നെ ഒരുപാട് ആൾക്കാരത് കണ്ടു. പ്രേക്ഷകർ ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും ഞങ്ങളിലൂടെയും ഒക്കെ വിളിച്ച് സഹായത്തിനൊക്കെ റെഡിയായി. അങ്ങനെ ഒരു ശരിക്കും പറയുകയാണെങ്കിൽ കേരളം മൊത്തം, അല്ലെങ്കിൽ അറിയാവുന്ന മലയാളികൾ എല്ലാവരും കൂടെ ഒരു കൈത്താങ് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെ ശാരികനെ ഹാപ്പിനെസ്സിലേക്ക് കൊണ്ടുവരികയാണ്. കുറച്ചും കൂടെ ഒരു ബെറ്റർ വേർഷനിലേക്ക് പറയുകയാണെങ്കിൽ നമ്മുടെ ഷാലു പേയാട്, ഷാലു ചേട്ടൻ വന്നു. ഷാലു ചേട്ടൻ പറഞ്ഞു ഷാലു ചേട്ടനെ കൊണ്ടാവുന്ന രീതിയിൽ ഒരു വീട് നമുക്ക് പണിത് കൊടുക്കാം. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ തീരുമാനിച്ചു, അതെ എങ്കിൽ നമുക്ക് എല്ലാവർക്കും നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ. അത് ഞങ്ങളെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ മാത്രമല്ല, അമൃത TV ഉണ്ട്, മലയാളികളുണ്ട്, ഇവിടുത്തെ ഓരോ ക്രൂ മെമ്പേഴ്സ് ഉണ്ട്. അങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന് നമ്മൾ ശാരികയ്ക്ക് വീട് കൊടുക്കാമെന്ന് ഏറ്റിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ചടങ്ങിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. അതിൻ്റെ ഭാഗമാകാൻ സാധിച്ച് നമുക്ക് എല്ലാവർക്കും അതിലേറെ സന്തോഷമുണ്ട്. എന്നാലും ഞാൻ നോബി ചേട്ടനെയും അഖിലിനെയും ശ്വേത ചേച്ചിനെയും ഒപ്പം ഷാജൻ ചേട്ടനെയും കൂടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാറ്.
നമ്മൾ പറഞ്ഞ പോലെ ആ ഒരു സന്തോഷ നിമിഷത്തിലേക്കാണ് ഇനി നമ്മൾ സഞ്ചരിക്കാൻ പോകുന്നത്. ഈ ഒരു മൊമെന്റിൽ ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ട് നിൽക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് ഷാരികയും ഷാരികയുടെ ഫാമിലിയാണ്. ഞാൻ അവരെ കൂടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. ഷാരിക, പ്ലീസ് ജോയിൻ us. അച്ഛനും അമ്മയും മോനെയും കൂട്ടി തന്നെ വരണം. സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യം പറയട്ടെ, ഫസ്റ്റ് ഡേ നമ്മൾ ശരികനെ കാണുമ്പോൾ ഒരുപാട് വിഷമിച്ച മുഖമായിരുന്നു കണ്ടത്. പക്ഷെ ഇന്ന് ശരികയുടെ സത്യം മുഖം കാണുമ്പോഴും ഫാമിലിയെ കാണുമ്പോഴും ഉണ്ടല്ലോ ഒരു എന്താ പറയുന്ന ഒരു ഭയങ്കര ഒരു സന്തോഷം ഫീൽ ചെയ്യാണ്. ഞങ്ങൾക്കൊന്ന് വളരെയധികം സന്തോഷം തോന്നുക. ഇനി ഞാൻ ഇവിടെ വന്നപ്പോഴേ, ഞങ്ങൾ അവിടെ ഇരുന്നപ്പോഴേ, ഈ പ്രോഗ്രാം തുടങ്ങുന്ന സമയത്ത് ശാരിക നമ്മളെ പരിചയപ്പെടാൻ വേണ്ടി ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നിരുന്നു. ഞാനപ്പോൾ എഴുന്നേറ്റ് നിന്ന് ക്ഷയിക്കാൻ കൊടുത്തു. കാര്യം ഈ പ്രോഗ്രാമിലൂടെ നമ്മൾ കണ്ടിട്ട് ഒരാളെ ഇഷ്ടപ്പെടുക എന്ന് പറയത്തില്ല. അതായത് നമ്മുടെ കുടുംബമായിട്ട് നമ്മൾ കാണുക, ഇതൊരു ഏറ്റവും വലിയൊരു ആവശ്യമുള്ളൊരു കാര്യമാണ്. അതിനുവേണ്ടി നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ സപ്പോർട്ടും കൊടുക്കുക എന്ന് പറയത്തില്ല മനസ്സുകൊണ്ട്. അങ്ങനെ കൊടുത്തൊരാളായിരുന്നു ശാരിക. ഇന്ന് നേരിട്ട് കണ്ടപ്പോൾ ഞാനത് പറയുകയും ചെയ്തോട്ടെ. ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ ശാരിക, ഒരുപാട് സന്തോഷം. സോറി ഫോർ സംസാരിച്ചു. ശാരികയ്ക്ക് പണിത് തീർത്തിരിക്കുന്ന ആ വീട് കാണാനും ശാരിക വളരെയധികം എക്സൈറ്റഡ് ആയിരിക്കും അല്ലേ? എന്ത് തോന്നുന്നു ഈ നിമിഷത്തില്? എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു. എന്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്തോന്നറിയാവോ? കോമഡി മാസ്റ്റേഴ്സിൽ വന്നത്. അതെന്റെ ഏറ്റവും വലിയ ഭാഗ്യം. ഇവിടെ വന്നതിന് ശേഷമല്ലേ എനിക്ക് വീടാവുന്നത്. പിന്നെ ഇപ്പൊ നാട്ടിലൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങോട്ട് വരുമായിരുന്നു, ട്രെയിനിൽ വരുമായിരുന്നു കേട്ടോ. അപ്പോൾ വന്ന സമയത്ത് ഒരു ചേച്ചി ഓടി വന്നിട്ട് എന്നോട് പറയാം, ഇയാളാ കോമഡിയിലുള്ള കൊച്ചല്ലി ഷാരിയല്ലി? ഞാൻ പറഞ്ഞ ആന്ന്. വാ ഫോട്ടോ എടുക്കാം. ഫോട്ടോ ഒക്കെ എടുത്തിട്ടാ തിരിച്ചു വിട്ടത്. ഭയങ്കര സന്തോഷം ചേച്ചി, എനിക്കിപ്പോ ഭയങ്കര സന്തോഷം. ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ശരിക്കും അത് ശരിക്കുള്ള വീടാണെങ്കിലും ഇത് ഞങ്ങൾ എല്ലാവരും ചേർന്ന് തരുന്നതുകൊണ്ട് ഇറ്റ്സ് ലൈക്ക് മോർ ലൈക്ക് നമ്മുടെ വീട് നമ്മൾ എന്നുള്ള രീതിയിലാണ്. അപ്പൊ എന്തായാലും ആ വീട് കാണണ്ടേ? അതിന്റെ താക്കോല് വേണ്ടേ? വേണം എങ്കിൽ ചേച്ചി, യെസ്, നമുക്ക് ശാലു പേരിനെ വിളിച്ചാലോ? യെസ്. ഒരുപാട് സന്തോഷത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശാലു ചേട്ടാ, പ്ലീസ് ജോയിൻ us. എന്താണ് പറയാനുള്ളത്? ഒരു നല്ല വീട് വെച്ചു കൊടുക്കാൻ പറ്റി. അത്ര വലിയ വീടൊന്നുമല്ല, എന്നാലും നമ്മളെ കൊണ്ട് പറ്റണ രീതിയിൽ ഒരു 2 bedroom. അതെ, 2 bedroom. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സംഭവം. പിന്നെ അത്യാവശ്യം ഈ പറഞ്ഞതുപോലെ മാർബിളൊക്കെ ഇട്ട് അത്യാവശ്യം ഗ്രാനൈറ്റ് ഒക്കെ ഇട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റി. എന്താ നമ്മള് മുംബൈക്കേഴ്സിനോട് 2 bedroom എന്നൊക്കെ പറയുമ്പോ അത് വലിയൊരു കൊട്ടാരം. അതെ അതെ അതെ, അത്യാവശ്യം വലിയ ഒരു സെറ്റപ്പിൽ തന്നെയാണ് ചെയ്തേക്കണേ. എങ്കിൽ പിന്നെ നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. ആ വീട് ഒന്ന് ഞങ്ങൾക്ക് കാണണം എന്നുണ്ട്. നമുക്കൊന്ന് കാണാം. മഴ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് മഴയെന്ന് വെച്ചാൽ ഭയങ്കര പേടിയാണ്. ഞാൻ ശാരിക, ഇതാണ് എൻ്റെ വീട്. വീടിൻ്റെ അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളം ഫുള്ള് അകത്താണ്. വീടിന് കറണ്ടില്ല, കോൺക്രീറ്റ് കഴിഞ്ഞതേ ഉള്ളൂ. ഹാളും അടുക്കളയും ഒരു റൂമേ ഇട്ടിട്ടുള്ളൂ. ഒരു റൂം അതേപോലെ തന്നെ മണ്ണായിട്ട് തന്നെ കിടക്കുക. അടുക്കളയിൽ പാചകം ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് മഴ പെയ്തു കഴിഞ്ഞാൽ. ഇതായിരുന്നു ഞാൻ ചെറുപ്പം മുതൽ താമസിച്ചുകൊണ്ടിരുന്ന വീട്. എൻ്റെ അച്ഛനമ്മയും വളരെ കഷ്ടപ്പെട്ട് വെച്ച വീടായത്. എൻ്റെ അച്ഛനമ്മയും കൂലിപ്പണി എടുത്തിട്ടായിരുന്നു ഞങ്ങളെ നോക്കിക്കൊണ്ടിരുന്നത്. അത് മാത്രമല്ല, അച്ഛനിപ്പോൾ അറ്റാക്ക് വന്നതിന് ശേഷം അച്ഛൻ ആരോഗ്യപരമായിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിലാണ്. ശാരികയുടെ വീട് കണ്ട് മനസ്സിലാക്കിയല്ലോ, വളരെ പരിതാപകരമായ അവസ്ഥയിലാണ് ഇപ്പോഴും ഈ ഭവനം നിൽക്കുന്നത്. വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണ്. ഞാൻ രാവിലെ പെട്രോൾ പമ്പിൽ പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് തേയില കമ്പനിയിൽ ഞാൻ പ്രൊമോട്ടറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് തട്ടുകടയിലും ജോലിക്ക് പോകുന്നുണ്ട്. ഈ ഒരു വരുമാനം കൊണ്ട് എൻ്റെ കുടുംബം കഴിഞ്ഞു പോകുന്നത്. കൊടുനാൾ തൊട്ട് കാണുന്ന ഒരു കൊച്ച ശാരിക, ഞാൻ വന്ന നാൾ തൊട്ട് എനിക്കറിയാം. അപ്പോഴവൾ ടി വിയിൽ ഇങ്ങനെ വന്ന് കണ്ടപ്പോൾ എനിക്ക് സന്തോഷമാണോ സങ്കടമാണെന്നൊന്നും അറിയത്തില്ല, സന്തോഷമായി. അവളിനി വിവരങ്ങളിലെത്തട്ട്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ശാരിക. പല പല ജോലിക്കും ഒക്കെ പോയിട്ടുണ്ട്, ഒന്നും ശരിയായില്ല. അങ്ങനെ ഞങ്ങൾ വിഷമിച്ച് ഇങ്ങനെ വരുമ്പോൾ ഞങ്ങൾ ചോദിക്കുകയൊക്കെ ചെയ്യും. എപ്പോഴും പറയും ജോലിയൊന്നും ആയില്ലേ ചേച്ചി, കൊച്ചുങ്ങളെ വളർത്തണ്ടേ, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ വരും. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇതിനൊക്കെ അമൃത ടി വിയിൽ ഇങ്ങനെ കയറിയതും എല്ലാം പറഞ്ഞത്. പ്രായമില്ലാത്ത പ്രായത്തിൽ ശാരി ഇഷ്ടം പോലെ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾക്ക് വേണ്ടി. അവൾക്കിപ്പോൾ ഒരു ദൈവം സഹായിച്ച ഒരു കാര്യം കിട്ടി, ചാനലിൽ വരാനുള്ള ഇതായി. അവളില്ലെങ്കിൽ ഞങ്ങൾ അവർക്ക് കൊണ്ട് തകർന്നായിരുന്നു. അവളൊരു കഥ എത്തിയെങ്കിലേ ഞങ്ങൾക്കൊരു ജീവിതമുള്ളൂ. അത്ര എനിക്കിത് പറയാനുള്ളൂ.
ജീവിതത്തിൽ പലതവണ ഞാൻ ആത്മഹത്യ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്ന ആളായിരുന്നു. അങ്ങനെ എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ ട്രെയിനിന് മുന്നിൽ ചാടാൻ വരെ പോയിട്ടുണ്ടായിരുന്നു. ഇത് അമ്മയുടെ സ്വത്ത്. പണ്ടെൻ്റെ അമ്മ പറയുമായിരുന്നു, നമുക്ക് എന്തെങ്കിലും പ്രശ്നമൊക്കെ വരുമെന്നുണ്ടെങ്കിൽ ദൈവം വരുമെന്ന്, അല്ലാന്നുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ നമ്മുടെ അടുത്തേക്ക് അയക്കുമെന്ന്. എൻ്റെ ജീവിതത്തിൽ ദൈവം വന്നത് ഒരു ഷോയുടെ രൂപത്തിലാണ്, കോമഡി മാസ്റ്റേഴ്സ്. എപ്പിസോഡ് ഇറങ്ങിയതിന് ശേഷം പുറത്തൊക്കെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ആളുകൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ എല്ലാവർക്കും ഇപ്പം എൻ്റെ അടുത്ത് ഭയങ്കര സ്നേഹമാണ്. പിന്നെ എനിക്കും കുഞ്ഞിനും ഒരുപാട് ഗിഫ്റ്റുകൾ കിട്ടി. പണ്ട് കളിയാക്കിയ ആൾക്കാരൊക്കെ ഇപ്പം അടുത്ത് വന്ന് ഭയങ്കര സ്നേഹത്തോടെ പെരുമാറുന്നത്. ഇപ്പം ചേർത്ത് നിർത്തുക തന്നെ എല്ലാവരും. കോമഡി മാസ്റ്റേഴ്സ് ഷോയിലേക്ക് വന്നത് ആ കടപ്പാട് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ജീവിക്കും ഞാൻ എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് തന്നെ മുമ്പോട്ട് നല്ലപോലെ തന്നെ ഞാൻ ജീവിച്ച് കാണിച്ചു കൊടുക്കും എല്ലാവർക്കും. സൂപ്പർ സൂപ്പർ സൂപ്പർ. ശരിക്കും ഈ വീട് ചെയ്തത് ഞാൻ ഒറ്റയ്ക്കല്ല. എനിക്ക് തോന്നുന്നു ഈ വീഡിയോ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ അമൃത ടിവിയുടെ ഒരുവിധപ്പെട്ട എല്ലാ പ്രേക്ഷകരും, പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യണ കുറേ വിദേശത്തുള്ള കുറേ നല്ല ആൾക്കാരുണ്ട്. അതായത് ജനറലായിട്ട് വാങ്ങി തന്നവരുണ്ട്, സിമൻ്റായിട്ട്. ഞാൻ ഇപ്പോൾ ജോലി ചെയ്യുമ്പോൾ ശമ്പളമല്ല ചോദിക്കണത്, ചേട്ടാ ഒരു 10 പാക്കറ്റ് സിമൻറ്റ് 2 ലോഡ് മണൽ, ഇപ്പം അങ്ങനെയൊക്കെ ആയി. അപ്പം അങ്ങനെയൊക്കെയാണ് ശരിക്കും ഇത് എത്തിപ്പെട്ടത്. ഓരോ ദിവസവും രാവിലെ ശാരീരിക വിളിച്ച് ചോദിക്കും, ചേട്ടാ ഇന്ന് പണി വെക്കൂ, ഇന്ന് പണിയുണ്ടാ. എന്തായാലും നമ്മൾ പറഞ്ഞിട്ട് 10-30 ദിവസമല്ലേ ആയുള്ളൂ. എന്തായാലും ഇത്രയൊക്കെ വാക്ക് പറഞ്ഞ പാലിച്ചു എന്നുള്ളത് ഇത്രയും കിഡിലോ ആക്കി ചെയ്യുന്ന ഒരിക്കലും വിചാരിച്ചില്ല. കിഡിലോ ഷാലുവിനെ പറ്റി പറഞ്ഞാൽ, ഷാലു 10 പണിക്കാരെ ഒപ്പിക്കും, അല്ലെങ്കിൽ 15 പണിക്കാരെ ഒപ്പിക്കും, ആ വീടിന്റെ പണി നടത്തും. അവര് അതിന് പൈസ മേടിക്കില്ല. ഷാലു കുറെ പൈസ വേറെ സെപ്പറേറ്റ് ആയിട്ട് മുടക്കും, അവന്റെ കയ്യിൽ നിന്ന് മുടക്കും. ഭയങ്കര 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 എത്ര വീടാന്നറിയാമോ ഭയങ്കര പോരാളിയാ. ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. താങ്ക് യു സോ മച്ച് ധർമ്മൻ ചേട്ടാ. ശാലു ചേട്ടൻ നമ്മുടെ എപ്പിസോഡിൽ വരുന്നു, ഇതുപോലെ വീടിന്റെ ഒരു ഐഡിയ പറയുന്നു, നമ്മളും ഓക്കെ പറയുന്നു. ഇത്ര പെട്ടെന്ന് ആ വീട് പൂർത്തിയായി കീ കൊടുക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഇനി ഞങ്ങൾക്ക് അറിയേണ്ടത് എവിടെയാ കീ. അല്ല, അതിനു മുമ്പ് ഒരു കാര്യം കൂടെ, എന്റെ കൂടെ പണി ചെയ്ത ആൾക്കാരെന്ന് പറയുമ്പോൾ എപ്പോഴെങ്കിലും ഞാൻ വിഷ്വൽ എന്റെ ഇതിലെങ്കിലും കാണിക്കുമായിരിക്കും. ഈ പ്രായമുള്ള ആൾക്കാരാണ്, അല്ലാതെ ചെറുപ്പക്കാരല്ല എന്റെ കൂടെ പണി ചെയ്തത്. ഇവർക്കറിയാം. അതായത് 75-80 വയസ്സുള്ള ആൾക്കാർ എന്റെ അടുത്ത് ഇങ്ങോട്ട് വന്ന് പറയും, മക്കളെ ഇന്ന് എവിടെ പണി. അതായത് എല്ലാം ഇതുപോലെ ഈ പ്രായത്തിലുള്ള ആൾക്കാരാണ് അവിടെ. പക്ഷെ അവരാണ് ഈ വീട് ഇത്രയും പെട്ടെന്ന്, അതായത് രാവിലെ 6 മണിക്ക് ഇറങ്ങും, രാത്രി 7 മണി വരെയാണ് പണിയണത്. എന്നിട്ട് രാത്രി 12 മണിയൊക്കെ ആകുമ്പോൾ വീണ്ടും വെള്ളം കോരി ഒഴിക്കാനും അത്ര ആത്മാർത്ഥമായിട്ടാണ്. അവർക്ക് നല്ലൊരു കൈയ്യടി നമ്മുടെ ഭാഗത്തുനിന്ന് കൊടുക്കും. ശാലു ചേട്ടാ, അപ്പൊ നമ്മൾ എക്സൈറ്റഡ് ആണ്. എവിടെയാ വീടിന്റെ കീ? ചേച്ചി, ശരിക്കും നമ്മള് ശാരികല്ല ഈ വീട് കൊടുക്കേണ്ടത്, ശാരികയുടെ മോനാണ്. ഇനി പുതിയ വീട്ടിലേക്ക് പോകുമ്പോ കുറെ സാധനങ്ങളൊക്കെ വേണ്ടി വരില്ലേ? ഹോം അപ്ലയൻസസ് ഒക്കെ വേണ്ടേ? അതെ, വേണ്ടേ? അതും ഞങ്ങൾ തരാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അയ്യോ, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഞാൻ അമ്മയെടുത്ത് അച്ഛനോടും ചോദിക്കട്ടെ. കഴിഞ്ഞ അമ്മ അച്ഛാ ഓക്കെ അല്ലേ? എല്ലാം സെറ്റാണല്ലോ. അപ്പൊ ഒരു ഹാപ്പി ഓണം എല്ലാരോടും പറഞ്ഞേ. ഹാപ്പി ഓണം. ഇങ്ങനെയല്ല, ഉഷാറായിട്ട് ഹാപ്പി ഓണം പറ. എല്ലാവർക്കും ഹാപ്പി ഓണം. താങ്ക് യു സോ മച്ച്. താങ്ക് യു ശാലു ചേട്ടാ, താങ്ക് യു സോ മച്ച്. നമ്മൾ വീണ്ടും കാണും, കണ്ടിരിക്കണം, വാക്ക് പാലിച്ചു. അത് തന്നെയാണ് ഏറ്റവും വലിയ ഒരു കാര്യം കേട്ടോ.
നല്ല ബ്യൂട്ടിഫുൾ വീട്. ഹാപ്പി 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 ഓണം. ഈ ഒരു സ്വപ്നത്തിന് വേണ്ടി ഒരുമിച്ച് നിന്ന എല്ലാ മലയാളികൾക്കും താങ്ക് യു സോ മച്ച്. ഇനി കുറച്ചു നേരം നമ്മൾ ടെൻഷൻ അടിച്ചേ പറ്റുള്ളൂ. കാരണം ഇത്രയും നേരം നമ്മൾ അടിച്ചു പൊളിച്ചു, ഓണം ഭയങ്കര കളറാക്കി, എല്ലാം ശരിയാ. പക്ഷെ ഇനിയാണ് നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന ആ ഒരു മൊമെന്റിലേക്ക് നമ്മൾ പോകുന്നത്. ആക്ച്വലി ഞാൻ പറഞ്ഞു വന്ന ഇത്രേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ എല്ലാ സ്കിറ്റുകളും കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ ഫൈനൽ റിസൾട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. ഭയങ്കര കൺഫ്യൂസിംഗ് ആയിരുന്നു അല്ലേ? ബിക്കോസ് എല്ലാവരുടെയും സ്കിറ്റ് എന്ന് പറയുന്നത് ഒന്നിനൊന്നും മെച്ചമായിരുന്നു. മെച്ചം, നല്ല നല്ല തമാശകള്, ഒരു ക്ലാസ് ഉണ്ടായിരുന്നു എല്ലാ സ്കിറ്റുകൾക്കും. ടൈമിംഗ് ഉണ്ടായിരുന്നു. പെർഫോമൻസ് ആണെങ്കിലും അവരുടെ ഒരു സബ്ജക്ട് വൈസ് നോക്കിയാലും ടോട്ടൽ കോണ്ടന്റ് നോക്കിയാലും എല്ലാം കൊണ്ടും വ്യത്യസ്തമായ സംഭവങ്ങളായിരുന്നു. എങ്കിൽ നമുക്ക് അവരെയും കൂടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തിട്ട് നമുക്ക് റിസൾട്ട് അങ്ങോട്ട് അനൗൺസ് ചെയ്യാം. കോമഡി മാസ്റ്റേഴ്സ് ഓണം മെഗാ ചാർജ് ഈവന്റിന്റെ ആ ഒരു അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ എത്തി നിൽക്കുകയാണ്. ലെറ്റ്സ് ഇൻവൈറ്റ് അവർ ടീം മെമ്പേഴ്സ്, contestants of Comedy Masters Onam Mega Charge Event. നമ്മളെ ചിരിപ്പിച്ച നമ്മുടെ ടീമുകൾ എല്ലാരും എത്തിയിരിക്കുകയാണ്. ചാർജോട്ടാ റെഡിയാണോ? പിന്നെ എല്ലാരും സെറ്റാണ്. പക്ഷെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു കോമ്പറ്റീഷൻ ആയതുകൊണ്ട് ആസ് യൂഷ്വൽ നമുക്ക് വിന്നേഴ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ആയിരിക്കും മെയിൻ വിന്നേഴ്സ്. അത് കഴിഞ്ഞ് നമുക്ക് 4th പൊസിഷൻ, 5th പൊസിഷൻ, അങ്ങനെ ഓരോ പൊസിഷനിലേക്കാണ് പോകുന്നത്. നമുക്ക് 3 പ്രൈസസ് എന്താണെന്ന് ഒന്നും കൂടി പറഞ്ഞു കൊടുക്കാം. യെസ്, ഫസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 2 ലക്ഷം രൂപയാണ്. സെക്കൻഡ് പ്രൈസ് മിൽമ നൽകുന്ന 1.5 ലക്ഷം രൂപ. തേർഡ് പ്രൈസ് ഡെവോൺ ഫുഡ്സ് നൽകുന്ന 75,000 റുപ്പീസ്. യെസ്, വലിയ ക്യാഷ് പ്രൈസ് ഒക്കെയാണ്. ഇവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. കാരണം നമ്മുടെ കോമഡി മാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഷോയിലൂടെ ഇവരുടെ ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് പെർഫോം ചെയ്ത് അവിടെ 50,000 രൂപ അടിച്ചിട്ടാണ് എൻട്രി കിട്ടി ഇവിടെ വന്ന് ഇവർ ഈ ഒരു വലിയ ദൗത്യം ചെയ്ത് ഏറ്റെടുത്തിരിക്കുന്നത് അല്ലേ? ഇനി നമുക്ക് റിസൾട്ടിലേക്ക് പോവാം. റിസൾട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ളത്, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും എത്രയോ വർഷങ്ങളായിട്ട് സ്കിറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. തീർച്ചയായിട്ടും. അപ്പൊ ഇത് കണ്ടതിന് ശേഷം ഞങ്ങൾ തന്നെ പല അഭിപ്രായങ്ങളാണ് അവിടെ ഇരുന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറയുന്ന ടീമല്ല പ്രചോദ് പറയുന്ന ടീമല്ല നോബി പറയുന്നത്, ടിനി പറയുന്നത്, മൂത്താപ്പ് പറയുന്നത്, പക്രു, പ്രസാദ് ചേട്ടൻ. ഞങ്ങൾ തമ്മിൽ തന്നെ ഒരു ആർക്കാണ് കൊടുക്കേണ്ടതെന്നുള്ളൊരു ഒരു കൺഫ്യൂഷനിലാണ് നിൽക്കുന്നത്. കാര്യം അത്രയധികം ഗംഭീരമായിട്ട് നിങ്ങൾ പെർഫോം ചെയ്തു എന്നുള്ളതാണ് അതിനർത്ഥം. അടിപൊളിയായിരുന്നു കേട്ടോ. ഞങ്ങൾ വെയിറ്റിംഗ് ആണ്, ആർക്കാണ് കൊടുക്കുന്നത്. കൺഫ്യൂഷൻ ഉണ്ട്. പിന്നെ ഇതൊരു ഓണം മെഗാ ചാർജ് ഈവന്റ് ആയതുകൊണ്ട് ഇതൊരു മത്സര ബുദ്ധിയിൽ എല്ലാവരും എടുക്കാന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. റിസൾട്ട് ഞാൻ അനൗൺസ് ചെയ്യാൻ പോവാണ്. 5 ടീംസ് ഉണ്ട്. ആദ്യം നമ്മൾ 5th പൊസിഷനിൽ ഏത് ടീമാണ് എത്തി നിൽക്കുന്നതെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പൊ ഇവിടെ നിൽക്കുന്ന 5 ടീമുകളുടെ ബാറ്ററി നമ്മുടെ ഈ സ്ക്രീനിൽ വരും. അതായിരിക്കും ലെവൽ 1 ബാറ്ററി ചാർജ്. അത് ഫുള്ളായിട്ട് ചാർജ് കയറിയിരിക്കുന്ന 4 ടീമുകൾ അടുത്ത ലെവലിലേക്ക് പോകും. ചാർജ് കയറാത്ത ഒരു ടീമായിരിക്കും 5ാം സ്ഥാനത്താവുന്നത്. റെഡി? ടീമുകൾ റെഡി ആണെങ്കിൽ ആദ്യം ഞാൻ നോക്കാം നിങ്ങളുടെ ചാർജും കാര്യങ്ങളും, ആരൊക്കെയാണ് ലെവൽ 1 ബാറ്ററി ക്രോസ് ചെയ്തേക്കുന്നുള്ളത്, ഫുൾ ചാർജ് ഏതൊക്കെ ടീം റെഡി ആക്കി എന്നുള്ളത് ഞാൻ നോക്കാം. എന്നിട്ട് ഞാൻ തിരിച്ചു വന്നിട്ടൊന്ന് നോക്കട്ടെ എന്താ സംഭവം എന്നുള്ള. അതെ, അത് മതി. കാരണം ഞാൻ ഇതുപോലെ ബെറ്റൊക്കെ വെച്ചിട്ടുണ്ട്. എഗെയിൻ ഞാൻ പറയാണ്, ഇത് നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിന്റെ ഓണം മെഗാ ചാർജ് ഈവന്റിന്റെ ഭാഗമായിട്ട് നടത്തുന്ന ഒരു മത്സരം മാത്രമാണ്. പക്ഷെ ഇതൊരു കോമ്പറ്റീഷൻ ലെവലിലാണ് നമ്മൾ എല്ലാവരും എടുത്തത്. ലെവൽ 1 ആരൊക്കെ ചാർജ് കയറ്റി എന്നുള്ളത് നമുക്ക് നോക്കാം. 5th പൊസിഷൻ, അതായത് 5ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് ഏത് ടീമാണെന്നുള്ളത് നോക്കാം അല്ലേ? ഞാൻ ആദ്യം നോക്കാം. റിസൾട്ട് ഞാൻ അറിഞ്ഞിരിക്കുകയാണ്. ഞാനേ കണ്ടിട്ടുള്ളൂ ഇപ്പം. ഇനി നമ്മുടെ ടീംസ് റെഡിയാണോ നോക്കാൻ വേണ്ടി? സ്ക്രീൻ ഇവിടെ ആയതുകൊണ്ട് ഓൾമോസ്റ്റ് പ്രേക്ഷകരും ഇവിടെ ഇരിക്കുന്ന എല്ലാവരും കണ്ടു കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ നിൽക്കുന്നവർ മാത്രമേ ഇനി തിരിഞ്ഞു നോക്കാനുള്ളൂ. നമുക്ക് നോക്കാം. 1, 2, 3 നോക്കിക്കോ. ഈ കോമ്പറ്റീഷനിൽ ഏറ്റവും കുറവ് ചാർജ് കിട്ടിയിരിക്കുന്നത്
ചേച്ചി, ചേട്ടാ, സനീഷ് ചേട്ടനും സിന്ധു ചേച്ചിക്കുമാണ്. പക്ഷെ ഇതൊരു കോമ്പറ്റീഷൻ ആണല്ലോ, നമുക്ക് അങ്ങനെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ നിങ്ങളുടെ ബെസ്റ്റ് ചെയ്തു, കാരണം അത്രയും വലിയൊരു കോമ്പറ്റീഷൻ ഇവിടം വരെ എത്താന്നുള്ളത് തന്നെ അതന്നെ വലിയൊരു കാര്യം തന്നെയാണ്. പിന്നെ ഇത്രയും ആൾക്കാർ നമ്മൾ ടി വിയിലൂടെ കണ്ടവരെ അവർ മുന്നിൽ പെർഫോം ചെയ്യാൻ കിട്ടും, അത് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. അതാണ് നമ്മള് മത്സരം അതിന്റെ രീതിയിൽ തന്നെ പോകും. എങ്കിലും ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്, കാരണം നമ്മളെ ടി വിയിലൂടെ ഒക്കെ കണ്ടു വളർന്ന ആൾക്കാർ നമ്മുടെ മുന്നിൽ ഇത്രയും അടുത്ത് നമുക്ക് ജീവിതത്തിൽ നമ്മൾ സ്വപ്നം കണ്ട അത് ഞാനോളൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ അതിൽ പോലും സന്തോഷം ഞങ്ങൾക്ക് വേറെ ഇല്ല. പിന്നെ അനീഷ, ഇത് ഇന്നത്തെ ഈ വേദിയിലെ ഈ ഒരു കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ നടന്ന ഒരു മത്സരത്തിന് മാത്രം റിസൾട്ടാണ്. ഇതല്ല നാളെ റിസൾട്ട്, ഇത് മാറും. അപ്പൊ ഇത് അതിന്റേതായിട്ടുള്ള നിങ്ങൾ അതിന്റെ കറക്റ്റ് സ്പിരിറ്റിൽ എടുത്തു. അടിപൊളി. അല്ല, എല്ലാ ആശംസകളും. ഒരു കാര്യം പറയാം, ഇവര് ആദ്യമായിട്ട് പെർഫോം ചെയ്യാണ്ടായിരുന്നു ഈ വേദിയിൽ വെച്ചിട്ട്. ആദ്യമായിട്ട് ഇവരെന്നെ സ്ക്രിപ്റ്റ് എഴുതിയിട്ട് ആദ്യം തന്നെ ഇവര് ബമ്പർ ഫുൾ ബാറ്ററി ചാർജ് ചെയ്ത് നേരെ ഇവിടെ കേറിയ ആൾക്കാരാണ്. ഞാൻ ഏറ്റവും ചിരിച്ചു മറിഞ്ഞത് നിങ്ങളുടെ സ്കിറ്റിലായിരുന്നു. അപ്പൊ ഞാൻ പറയണത് ആക്ച്വലി ഇന്നത്തെ പെർഫോമൻസിൽ കുറച്ച് ഞാൻ ഷോക്കായിരുന്നു. അങ്ങനെയല്ലായിരുന്നു ഇവര്. സോ എന്തായാലും ഇവിടെ വന്നു. ഒന്നുമില്ലെങ്കിൽ ഇന്നത്തെ കോമഡി മാസ്റ്റേഴ്സ് ഓണം മെഗാ ചാർജിൽ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ആ ടോപ്പ് എന്താ പറയാ 5 അതന്നെ വലിയ കാര്യമാണ്. സനീഷ് ചേട്ടാ, സിന്ധു ചേച്ചി 5ാം സ്ഥാനമാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. ഷാജൻ ചേട്ടാ, ഇവർക്കൊരു മെമ്മന്റോ നമ്മൾ നൽകണ്ടേ? തീർച്ചയായിട്ടും. അപ്പം നമുക്ക് നൽകാം. 5th പൊസിഷനിൽ എത്തിയിരിക്കുന്ന സിന്ധു ചേച്ചി ആൻഡ് സനീഷ് ചേട്ടൻ. 5ാം സ്ഥാനം കരസ്ഥമാക്കിയ നമ്മുടെ സനീഷ് ചേട്ടൻ ആൻഡ് സിന്ധു ചേച്ചി, കൺഗ്രാറ്റുലേഷൻസ്. അടിപൊളി. അടിപൊളി, സൂപ്പർ സൂപ്പർ. താങ്ക് യു സോ മച്ച്. അങ്ങനെ 5ാം സ്ഥാനം നമ്മൾ അറിഞ്ഞു. ഇനി നമ്മൾ അറിയാൻ പോകുന്നത് നെക്സ്റ്റ് ലെവലാണ്. അതായത് ഇനി 4 ടീമുകളാണ് ഉള്ളത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അടുത്ത ലെവലിലേക്ക് പോകുമ്പോൾ ബാറ്ററിയുടെ ലെവൽ 2 ആരൊക്കെ ഫുൾ ചാർജ് ആക്കി എന്നുള്ളത് നമ്മൾ അറിയും. ഇതിലും നേരത്തെ പോലെ തന്നെ ചാർജ് കുറഞ്ഞ ടീമായിരിക്കും നമ്മുടെ അടുത്ത് നിന്ന് ബൈ പറഞ്ഞു പോകുന്നത്. പക്ഷെ ഇത് നമുക്ക് ചെയ്യുന്നതിന് മുമ്പ് ഒരാളെയും കൂടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യണം. ഇവിടെ ഏറ്റവും കൂടുതൽ ബാറ്ററി ഫുൾ ചാർജ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിനെയാണ് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത്, നമ്മുടെ ടിനിച്ചേട്ടൻ. അപ്പൊ എന്തായാലും 4th പൊസിഷനിൽ ആരാണ് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. ഞാൻ ആദ്യം നോക്കിയിട്ട് വരാം. ചാർജുട്ടാ റെഡിയാണല്ലോ? പ്രേക്ഷകർക്ക് നമുക്ക് കാണിച്ചു കൊടുക്കാം അല്ലേ? ആരാണ് 4th പൊസിഷനിൽ എത്തിയിരിക്കുന്ന ടീം എന്നുള്ളത് നോക്കാം. ഓൾറൈറ്റ്, 4th പൊസിഷനിൽ ആരാ എത്തിയിരിക്കുന്നത് എന്നുള്ളത് ഞാൻ കണ്ടു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ആസ് എ ടീം നമുക്ക് എല്ലാവർക്കും കൂടെ നോക്കിയാലോ? നോക്കൂ. ബൈജുക്കുട്ടൻ ചേട്ടാ, പ്രവീൺ ചേട്ടാ, നിങ്ങളാണ് 4ാമത്തെ പൊസിഷനിൽ എത്തി നിൽക്കുന്നത്. ആ ചിരി ഉണ്ടല്ലോ, അപ്പോഴത്തെ ആ ചിരിയാണ് നിങ്ങളുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. ഗംഭീര പെർഫോമൻസ് ആയിരുന്നു നിങ്ങളുടെ. എന്ത് പറയുന്നു ഷാൻ ചേട്ടാ? തീർച്ചയായിട്ടും നമ്മൾ ആദ്യം തന്നെ പറഞ്ഞല്ലോ, ഇത് ആർക്ക് കൊടുക്കും എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് നമ്മൾ എല്ലാവരും നിൽക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നിന്ന് വളരെയധികം ബുദ്ധിമുട്ടാണ് എന്തായാലും ഒരു ജഡ്ജിങ് പാനലിൽ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ. അതുകൊണ്ട് നിങ്ങൾ മോശമാണെന്നല്ല, നിങ്ങൾ ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. ഞങ്ങൾ എല്ലാവരും നന്നായിട്ട്, അത് പ്രത്യേകിച്ച് നിങ്ങളുടെ ടൈമിങ്, നിങ്ങൾ തമ്മിലുള്ളൊരു കോമ്പിനേഷൻ, നിങ്ങളുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്, ടൈമിംഗ് എല്ലാം സൂപ്പർബായിരുന്നു. ഇനി ഒരുപാട് നിങ്ങൾ രണ്ടുപേരും നമുക്ക് വളരെയധികം പ്രിയപ്പെട്ടവരാണ്. അപ്പോൾ ഇനി ഒരുപാട് ഗംഭീര സ്കിറ്റുകൾ ചെയ്യാൻ ഒരുപാട് സൂപ്പർ സംഭവങ്ങളായിട്ട് നിൽക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ കേട്ടോ. കൺഗ്രാറ്റുലേഷൻസ്. അപ്പം 4ാം സ്ഥാനം നേടിയിരിക്കുന്നത് നിങ്ങൾക്ക്. ടിനി ചേട്ടാ, നമുക്കൊരു മെമ്മന്റോ നൽകേണ്ടതാണ്, പ്ലീസ്. Congratulations. All right, thank you so much. എന്റെ ഒരു ഭാഗ്യം എന്താന്ന് പറഞ്ഞാല് ബിജുക്കുട്ടൻ എന്റെ കൂടെ ഉള്ള ഒരാളാണ്. അതെ, ബിജുക്കുട്ടന്റെ അനിയൻ ബൈജുക്കുട്ടന് എനിക്ക് കൊടുക്കാൻ പറ്റിയെന്നുള്ളതാണ്. 4ാം പൊസിഷനാണ് നിങ്ങൾ കരസ്ഥമാക്കിയിരിക്കുന്നത്. എനിവേസ് കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു സോ മച്ച്.
അങ്ങനെ ബൈജുക്കുട്ടൻ ചേട്ടനും പ്രവീൺ ചേട്ടനും പോയിരിക്കുകയാണ്. അവരായിരുന്നു 4th പൊസിഷനിൽ. അപ്പം താങ്ക് യു സോ മച്ച് ഇനി ചേട്ടാ. താങ്ക് യു സോ മച്ച്. ഞാൻ പോവൂല. അത് നൈസായിരുന്നു. ആ സ്റ്റെപ്പ് നൈസായിരുന്നു. ഓൾറൈറ്റ്, ബാക്ക് ടു നമ്മുടെ കോമഡി മാസ്റ്റേഴ്സ് ഓണം മെഗാ ചാർജ് ഈവന്റിൽ നമ്മൾ നോക്കുമ്പോൾ 3-ാം സ്ഥാനത്ത് ഏത് ടീം എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇനി അറിയാൻ പോകുന്നത്. സെക്കൻഡ് റണ്ണർ അപ്പ് ആരാണ്? എല്ലാവർക്കും നല്ല ടെൻഷൻ ഉണ്ട്. വിഷ്ണുപ്രിയ മിക്കാറും ഇപ്പൊ തലയുറ്റി വീഴുമെന്ന് എനിക്ക് തോന്നുന്നു. ഒരാൾക്ക് 75,000 കിട്ടും. അല്ല, അവന് മാത്രം ഒരു ടെൻഷൻ ഇല്ല, ചെറിയ ആൾക്ക്. അവന് ഇതിനെ പറ്റി ഒരു ഐഡിയ ഇല്ല. താഴെ ഭൂമി അവൻ മാത്രം കൂളാണ് അല്ലേ? നമ്മളിവിടെ പൊളിക്കാൻ വന്ന ഏത് മൂഡ്? ഓണം മൂഡ്. ആ പിന്നെ അല്ല, ഇവൻ കുറച്ചു നേരത്തെ ഇവിടെ അവന്റെ ചേച്ചി എടുത്ത് പറഞ്ഞു ഇത് കഴിഞ്ഞിരുന്നെങ്കിൽ ലുലുമാളി പോവായിരുന്നു. ഓക്കെ, നിങ്ങൾക്ക് എന്തായാലും ടെൻഷൻ ഉണ്ടെന്നുള്ളത് അറിയാം. സമ്മാനം കിട്ടിയാല് അവൻ എന്ത് മേടിച്ചു കൊടുക്കും? അത് മിഠായിയൊക്കെ മതി. അവന് വലിയ ആഗ്രഹമൊന്നുമില്ല. അല്ല, ലാസ്റ്റ് ടൈം മോനോട് ചോദിച്ചപ്പോ മോന് പറഞ്ഞു എല്ലാം ഞാൻ അച്ഛനമ്മയ്ക്ക് കൊടുക്കും, ബാക്കി അത് അത്രേ ഉള്ളൂ. ഭയങ്കര ക്ലിയർ ആണ്. അതെ. അപ്പം ഇനി 3 ടീമുകളാണ് ബാക്കിയുള്ളത്. ഈ 3 ടീമുകൾക്കും ക്യാഷ് പ്രൈസ് ഉണ്ട്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു. ആ ക്യാഷ് പ്രൈസ് ഏതൊക്കെയാന്ന് ഒന്നുകൂടെ പറയണ്ടേ? 1-ാം സമ്മാനം അമൃത TV നൽകുന്ന 2 ലക്ഷം രൂപ. സെക്കൻഡ് പ്രൈസ് എന്ന് പറയുന്നത് മിൽമ നൽകുന്ന 1.5 ലക്ഷം രൂപ. തേർഡ് പ്രൈസ് എന്ന് പറയുന്നത് ദേവോൺ ഫുഡ്സ് നൽകുന്ന 75,000 രൂപ. വിച്ച് മീൻസ് നമ്മളിപ്പോ അനൗൺസ് ചെയ്യാൻ പോകുന്ന ടീമിന് ലഭിക്കുന്നത് 75,000 റുപ്പീസ്. അപ്പം അത് നൽകുന്നത് ഡെവൻ ഫുഡ്സ് ആണ്. സോ ഐ വുഡ് ലൈക്ക് ടു വെൽക്കം ശ്രീ KK ഷജീന്ദ്രൻ സർ, ഡെവൻ ഫുഡ്സ് ലിമിറ്റഡിന്റെ CEO ആണ്. സർ, can you please join us? അപ്പൊ 75,000 റുപ്പീസ് ഗ്യാരണ്ടീഡ് ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. സാറിനും ടെൻഷൻ ഉണ്ടാവും. സാർ എന്തായാലും സ്കിറ്റുകളും പെർഫോമൻസ് ഒക്കെ കണ്ടല്ലോ. സോ വാട്ട് ഡു യു ഫീൽ സർ? I was telling him that these kind of programs really give opportunities for a lot of young people. അപ്പം ഞങ്ങളൊക്കെ പഠിച്ചു വരുന്ന കാലത്ത് ഇങ്ങനെയൊന്നും ഉണ്ടായതുകൊണ്ട് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഒന്നും നമുക്ക് കാണാൻ പറ്റിയില്ല, കൊണ്ടുവരാൻ പറ്റിയില്ല. ഇന്നിപ്പം നോക്കുമ്പോൾ ഒരുപാട് ആളുകളുണ്ട് ഇതിൻ്റെ ഇതിൽ. സോ ഇറ്റ്സ് എ ഡിഫറെൻറ്റ് തിങ്. റീസെൻ്റ് ആയിട്ട് നമ്മൾ കുറേ പ്രൊമോ ആക്ടിവിറ്റീസ് ചെയ്യുമ്പം ലോട്ട് ഓഫ് യങ് പീപ്പിളാണ് ഞങ്ങളെ അപ്രോച്ച് ചെയ്ത് വരുന്നത്. And we are always going ahead and promoting these young people. ഇനിയും വരട്ടെ. അത് മാത്രമല്ല സാർ, ഈ അവസരത്തിൽ ഞാൻ പറയാണ്, നമുക്കിവിടെ ചെറുതോ വലുതൊന്നുമില്ല. ഇപ്പൊ സാറിന് ഒരു സ്കിറ്റ് പെർഫോം ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ വന്നോളൂ, ഇവിടെ ചിരിക്കാം, അടിച്ചു പൊളിക്കാം. ഞാൻ പറഞ്ഞല്ലോ, കറക്റ്റ് അല്ലേ നോബി ചേട്ടാ? അല്ല, പക്ഷെ ഒരു കാര്യം മെയിൻ കാര്യം സർ, ബാറ്ററി ചാർജ് ചെയ്യണം, അപ്പോഴേ കാശ് കിട്ടൂല. അതത്രേ ഉള്ളൂ. അല്ലല്ല, കാശ് സാറ് കൊണ്ടുവന്നിട്ട് സാർ എന്നെ കൊണ്ടുപോയി. അങ്ങനെ ചെയ്യാം. അല്ല, റീസെൻ്റ് ആയിട്ട് ഞാൻ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ട്രെയിനിൽ വെച്ചിട്ട് ഒരു +2 വിദ്യാർത്ഥി എന്നെ കണ്ടു. അപ്പോൾ എന്നോട് ചോദിച്ചു, സാർ സ്പോർട്സ് ഒക്കെ ആക്ടിവിറ്റി ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ ചോദിച്ചോളെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞ് എൻ്റെ സ്കൂളിനൊരു വോളിബോൾ ടീമുണ്ട്, under-17, under-19. സാറ് ഒരു വർഷത്തേക്ക് സ്പോൺസർ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളൊക്കെ നന്നായി കളിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞ് ഒരു ദിവസം വന്ന് കാണണമെന്ന് പറഞ്ഞു. ആ കുട്ടി എന്നെ ഒരു 3 തവണ തുടർച്ചയായി ഇങ്ങനെ വിളിക്കുന്നുണ്ട്. തിരക്ക് കാരണം പോകാൻ പറ്റിയില്ല. അങ്ങനെ ഫൈനലി ഒരു ദിവസം ഞാൻ എൻ്റെ ഡ്രൈവറോട് പറഞ്ഞു, ഏതായാലും ഈ കുട്ടി ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കല്ലേ, ഒരു ദിവസം പോയി ഒരു അരമണിക്കൂർ ഇവർ എങ്ങനെയാണ് കളിക്കുന്നതെന്ന് കാണാൻ പറഞ്ഞു. ഞാൻ അവിടെ ചെന്ന് I just watched 10 minutes. അത് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു പ്രിൻസിപ്പാളിനെ കാണണം എന്ന് പറഞ്ഞു. I went and told the principal that I will sponsor your team for 1 year എന്ന് പറഞ്ഞു. അത്രയും നന്നായി കളിച്ചു. അപ്പം പ്രിൻസിപ്പാൾ പറഞ്ഞു ആദ്യമായിട്ടാണ് പെൺകുട്ടികളുടെ ടീമിന് ഒരു സ്പോൺസർ കിട്ടുന്നത്. നല്ല കാര്യങ്ങളാണ്. ഞങ്ങൾക്കൊരു ട്രൂപ്പ് ഉണ്ട് സാർ, ക്യാമ്പിലേക്ക് 5 മിനിറ്റ് കൊണ്ട് 1 വർഷത്തെ പരിപാടി സാർ പ്രൊഡ്യൂസ് ചെയ്യാൻ നോക്കാം. സമയം കിട്ടുമ്പോൾ വന്ന് കാണാം. ഒത്തിരി പ്രോഗ്രാം ചെയ്യുന്നുണ്ട് നമ്മള്. നാളെ തന്നെ നമ്മൾ വേറെ ഒരു പ്രോഗ്രാം അമൃതയുടെ ചെയ്യുന്നുണ്ട്. ഒരുപാട് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദി സപ്പോർട്ട് സർ. അപ്പം നമുക്ക് എന്തായാലും റിസൾട്ടിലേക്ക് കടക്കാം. സെക്കൻഡ് റണ്ണർ അപ്പ് ആരാന്നുള്ളതാണ് നമ്മൾ അറിയാൻ പോകുന്നത്. ചാർജുടാ, പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കാനുള്ള ടൈം ആയിരിക്കാണ്. നിങ്ങൾ ആരും തിരിഞ്ഞു നോക്കരുത്, ഞാൻ ആദ്യം ഒന്ന് തിരിഞ്ഞു നോക്കാം. ഓക്കെ, ഓൾറൈറ്റ്.
എക്സ്പ്രഷനിൽ നിന്ന് തന്നെ ടീമുകൾക്കും കൺഫ്യൂഷനായി, ശ്വേത ചേച്ചിക്കും കൺഫ്യൂഷനായി, ഷാജൻ ചേട്ടനും കൺഫ്യൂഷനായി, സാറിനും. അങ്ങനെയാണെങ്കിൽ മാമന്മാരെ നോക്കാം, ടെൻഷൻ വേണ്ട, നമുക്ക് നോക്കാം. റെഡി മക്കളെ? റെഡി? വിഷ്ണുപ്രിയ, ഷജീറേട്ട റെഡി? ഓൾറൈറ്റ്, 1 2 3 നോക്കിക്കോ. നമ്മുടെ സെക്കൻഡ് റണ്ണറപ്പ് ആയിട്ട് എത്തിയിരിക്കുന്നത് ഷജീറേട്ട ആൻഡ് വിഷ്ണുപ്രിയ. കൺഗ്രാറ്റുലേഷൻസ്. പ്ലീസ് ജോയിൻ us. വരൂ. കോമഡി മാസ്റ്റേഴ്സ് ഓണം മെഗാ ചാർജ് ഈവന്റിലെ സെക്കൻഡ് റണ്ണറപ്പ് ആയിരിക്കുന്ന ഈ ടീമിന് ലഭിക്കുന്നത് ഡെവോൺ ഫുഡ്സ് നൽകുന്ന 75,000 രൂപ. അത് മാത്രമല്ല, നമ്മുടെ സൈഡിൽ നിന്നും ആസ് എ ടോക്കൺ ഓഫ് ലവ് ഒരു മൊമെന്റേയും ലഭിക്കുന്നുണ്ട്. ഷാജൻ ചേട്ടാ, സർ, നമുക്കത് നൽകാം. കൺഗ്രാറ്റുലേഷൻസ്. സെക്കൻഡ് റണ്ണർ അപ്പിന് നൽകുന്നു ഡെവോൺ ഫുഡ്സ് നൽകുന്ന 75,000 രൂപ. താങ്ക് യു ഷജീന്ദ്രൻ സർ, താങ്ക് യു സോ മച്ച്. മെമ്മന്റോ നൽകുന്നതിനായി ഞാൻ ഷാജൻ ചേട്ടനെയും ശ്വേത ചേച്ചിയും പ്ലീസ്. Thank you, Shajireta. Thank you, Vishnupriya. And congratulations. Thank you. Okay? Thank you. And Shajindran sir, you were truly good with us. And sir, ഒരുപാട് ആഗ്രഹങ്ങൾ ഉള്ളിലുണ്ട്. കലാകാരന്മാരെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നതാണെന്ന് അറിയാം. ഞങ്ങളുടെ സൈഡിൽ നിന്നും ഒരു ആദരവ് സാറിന് നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ശ്വേത ചേച്ചി, I request you to do that, please. താങ്ക് യു സോ മച്ച് സാർ. ഞാൻ പറഞ്ഞത് മറക്കണ്ട, നിങ്ങളുടെ ടീമായിട്ട് ഒരു ദിവസം ഇവിടെ വരണം. ഓൾറൈറ്റ്? യാ. താങ്ക് യു ഫോർ സപ്പോർട്ടിങ്. തുടക്കത്തിൽ ഞാൻ പറഞ്ഞ പോലെ അല്ലെ, ഏറ്റവും യങ് ആയിട്ടുള്ള നമ്മുടെ കണ്ടസ്റ്റന്റ് ആണ് തനിയും തനിയുടെ സിസ്റ്ററും. ഇവരുടെ കഥ പറയുകയാണെങ്കിൽ നമ്മൾ ഇതിനു മുമ്പ് ഒരിക്കൽ കേട്ടിട്ടുള്ളതാണ്. അതായത് ജസ്റ്റ് ഇവിടെ ഒന്ന് സ്കിറ്റ് ചെയ്താൽ മതി എന്ന ആഗ്രഹവുമായി വന്ന പിള്ളേരാണ്. അത് ചേച്ചിക്ക് വേണ്ടി. കറക്റ്റ്. മോൾക്കാണ് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നത്, എങ്ങനെയെങ്കിലും എനിക്ക് കോമഡി മാസ്റ്റേഴ്സിൽ ഈ മത്സരത്തിൽ ഭാഗമായിട്ട് ഇവിടെ പൈസ ജയിക്കാനൊന്നുമല്ല, ജസ്റ്റ് ഈ വേദിയിൽ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. അവളുടെ ഒരു ആഗ്രഹം ഇന്ന് കോമ്പറ്റീഷനിൽ വന്ന് ലാസ്റ്റ് 2 ടീംസ് ആയിട്ട് ഇവിടെ നിൽക്കുകയാണ്. ഹൗ ആർ യു ഫീലിംഗ് മോളെ? വെരി ഹാപ്പി. ആണോ? ഒരു എക്സാം ജയിച്ച പോലത്തെ ഒരു ഫീലിംഗിലാണല്ലേ? അതെ. അവരെയും അതേപോലെ തന്നെ നമ്മൾ പറയണം, അവരുടെ ടെൻഷൻ വേറെ ലെവലിലാ. കോമഡി മാസ്റ്റേഴ്സ് ഓണം മെഗാ ചാർജ് ഈവന്റിന്റെ ഫൈനൽ ഘട്ടത്തിൽ നമ്മൾ എത്തി നിൽക്കുകയാണ്. 2 ടീമുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ഇതിൽ ഒരു ടീം ഫസ്റ്റ് ആൻഡ് ഒരു ടീം ആയിരിക്കും സെക്കൻഡ് പ്രൈസ് നേടുന്നത്. ആസ് യു നോ, നമ്മുടെ ക്യാഷ് പ്രൈസ് ഒന്നും കൂടെ ഞാൻ അങ്ങ് പറയാൻ പോവുകയാണ്. ഒന്നാം സമ്മാനം അമൃത TV നൽകുന്ന 2 ലക്ഷം രൂപ. രണ്ടാം സമ്മാനം മിൽമ നൽകുന്ന 1 ലക്ഷം രൂപ. രണ്ടും കട്ടയ്ക്ക് മത്സരിച്ച ടീമുകളാണ് ഇവിടെ നിൽക്കുന്നത്. നമ്മൾ എപ്പോഴും പറയുന്ന പോലെ സ്മോൾ വേഴ്സസ് ലാർജ് ഒന്നും പറയാൻ പറ്റത്തില്ല, അതൊക്കെ ഏജിൽ മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവിടെ ഇപ്പൊ ഈ ഫീലിംഗ് എന്താ തോന്നുന്നത് ചേട്ടാ? ഞാൻ ആദ്യം ചോദിക്കട്ടെ, പിള്ളേരാണ് ഇവിടെ നിൽക്കുന്നത്. ഞാൻ പറയട്ടെ എന്താണ് തോന്നിയത്? പിള്ളേർ ഇവിടെ തോറ്റത് ആണക്കേടാണ്. ഈ ഷോയുടെ ആദ്യം മോൻ ഒരു എൻട്രി വന്നായിരുന്നില്ലേ, വന്നിട്ട് ക്ഷമിക്കണമെന്നും അല്ല അനുഗ്രഹം വേണമെന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ ഞാൻ അവിടെ ഇരിക്കുവായിരുന്നു. അപ്പോൾ അത് മൊത്തം അവന്റെ അമ്മ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ അമ്മ എടുത്ത് പുറത്തോട്ട് കൊണ്ടുപോകുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു. അത് ഫ്രെയിമിലൊന്നും കിട്ടിയില്ല, പക്ഷെ ഞാൻ കണ്ട അമ്മയുടെ ഒരു സ്നേഹം അവനെ എടുത്ത് നമുക്ക് ആ സമയത്തൊന്നും ഇങ്ങനെ ഒരു വേദിയൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു. ഞാൻ പെട്ടെന്ന് നന്നായിട്ട് ഫീൽ ചെയ്ത് അപ്പോഴും എൻ്റെ മനസ്സിൽ തോന്നി ഇവർക്ക് ഒരു സമ്മാനം കിട്ടണം, അത് ഏതെങ്കിലും ഒരു സമ്മാനം കിട്ടണം എന്നെൻ്റെ മനസ്സിൽ തോന്നിയായിരുന്നു. ആ നല്ല മനസ്സ് അതേപോലെ ദൈവം ഫീൽ ചെയ്ത ഒരു കാര്യം. അതെ, മനസ്സിലായി. അപ്പൊ എന്തായാലും നമ്മൾ ഇനി റിസൾട്ട് അറിയാൻ പോവുകയാണ്. പക്ഷെ അതിനു മുമ്പ് ജസ്റ്റ് ഒരു ചെറിയ ചടങ്ങ് കൂടെ ഉണ്ട്. അതായത് നമ്മൾ റിസൾട്ട് അനൗൺസ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ് മിൽമയുടെ ചെയർമാൻ ശ്രീ വത്സലൻ പിള്ളൈ CN. സർ, can you please join us? അതോടൊപ്പം തന്നെ അമൃത TV എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ശ്രീ കൃഷ്ണചന്ദ്രൻ, ഒപ്പം അമൃത TV ക്രിയേറ്റീവ് ഹെഡ് ശ്രീമതി സിന്ധു മോഹൻ.
TV നൽകുന്ന ആദരമാണ് അടുത്തതായിട്ട്. ഫസ്റ്റ് റണ്ണർ പ്രൈസ് മണി നൽകുന്ന മിൽമ ചെയർമാൻ ശ്രീ വത്സലൻ സർ. ആദരിക്കാനായി ഞാൻ ശ്വേത ചേച്ചിനെ സ്വാഗതം ചെയ്യുന്നു. കോമഡി മാസ്റ്റേഴ്സിന്റെ ഓണം മെഗാ ചാർജ് ഈവന്റ് കുറച്ചുകൂടെ കളർഫുൾ ആക്കാനും സാറിന്റെ ഒരു സപ്പോർട്ട് വളരെയധികം നമുക്ക് ഉണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച്. ഇനി നമ്മളെല്ലാവരും കാത്തിരുന്ന പോലെ ആരാണ് വിന്നർ എന്നുള്ളതാണ് നമ്മൾ അറിയാൻ പോകുന്നത്. ടെൻഷൻ എടുക്കുന്ന ഒരു മൊമെന്റ് ആണ്. എല്ലാവരും ടെൻഷനിലാണ്. ഒരാൾ മാത്രമേ ഉള്ളൂ ഇവിടെ ടെൻഷൻ അടിക്കാണ്ടിരിക്കുന്നത്. അത് നമ്മുടെ തനയാണ്. തനൈ ഫുൾ ഹാപ്പി ആയിട്ടാണ് ഇരിക്കാൻ പോകുന്നത്. എന്തോ ആദ്യമായിട്ടായിരിക്കും ഒരു മത്സരത്തിന്റെ അവസാനത്തിലെ 2 ജനറേഷനിലുള്ള ആൾക്കാർ അല്ലേ? നമ്മള് ഫൈനലായിട്ട് ആരാണ് ഇന്ന് ഇവിടെ വിജയിച്ചിരിക്കുന്നത്, അതായത് ഫസ്റ്റ് പൊസിഷൻ നേടിയിരിക്കുന്നത് ആരാന്നുള്ളതാണ് നമ്മൾ അറിയാൻ പോകുന്നത്. ആസ് യു ഓൾ നോ, അമൃത TV നൽകുന്ന 2 ലക്ഷം രൂപ ഏത് ടീമിനാണ് ലഭിക്കുന്നതെന്നുള്ളത് നമ്മൾ അറിയാൻ പോവുകയാണ്. 2ാം സ്ഥാനം നേടിയ ടീം വിഷമിക്കേണ്ട, നിങ്ങൾക്ക് മിൽമ നൽകുന്ന 1.5 ലക്ഷം രൂപയാണ് ലഭിക്കുന്നത്. ലെറ്റ്സ് സീ ടുഗദർ കോമഡി മാസ്റ്റേഴ്സ് ഓണം മെഗാ ചാർജ് ഈവന്റിന്റെ ടൈറ്റിൽ വിന്നർ ആരാണെന്നുള്ളതാണ് നമ്മൾ അറിയാൻ പോകുന്നത്. ഓൾറൈറ്റ്, നമുക്ക് നോക്കാം. നല്ലൊരു കൈയടി. കോമഡി മാസ്റ്റേഴ്സ് ഓണം മെഗാ ചാർജ് ഈവന്റിലെ ഫസ്റ്റ് പ്രൈസ് നേടിയിരിക്കുന്ന ടീം നോക്കട്ടെ. നോക്കട്ടെ. പ്രിയ സുഹൃത്തുക്കളെ, പ്രേക്ഷകർ ഉൾപ്പെടെ ഇവിടെ എല്ലാരും അറിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മുടെ ടീമും ശ്വേത ചേച്ചിയും, സാറിനും ടെൻഷൻ ഉണ്ടെന്ന് അറിയാം. സാറൊക്കെ അറ്റൻഷൻ ആയിട്ട് നിൽക്കാണ്. ഷാജൻ ചേട്ടാ റെഡിയാണോ? റെഡിയാണ്. എന്നാ ഞാൻ കുറച്ചും കൂടെ ഒരു എക്സൈറ്റ്മെന്റിന് ടീമുകൾ നോക്കണ്ട, നമ്മൾ ആദ്യം ഒന്ന് നോക്കി. ഓക്കെ, ടീമുകൾ നോക്കുന്നില്ല, നിങ്ങൾ 2 പേരും നോക്കരുത് കേട്ടോ. 2 പേരും നോക്കരുത്. നമുക്ക് എല്ലാവർക്കും ഒന്ന് നോക്കിയിട്ട് വരാം. ഇപ്പോഴത്തെ ഒരു മൊമെന്റ് എന്ന് പറയുന്നത് എല്ലാ മലയാളി പ്രേക്ഷകരും ഇപ്പൊ നമ്മുടെ കോമഡി മാസ്റ്റേഴ്സ് ഓണം മെഗാ ചാർജ് ഈവന്റ് കാണുന്ന എല്ലാവരും റിസൾട്ട് അറിഞ്ഞു. അറിയാത്ത വ്യക്തികൾ എന്ന് പറയുന്നത് ഇവിടെ നിൽക്കുന്ന ഈ 2 ടീമുകളാണ്. എല്ലാവരും ഇവിടെ ഓണായിട്ട് ബാറ്ററി ഫുൾ ചാർജ് ആയിട്ട് ഇരിക്കുകയാണ്. നമ്മൾ അറിയാൻ പോവുകയാണ്, പറയാൻ പോവുകയാണ്. കോമഡി മാസ്റ്റേഴ്സ് ഓണം മെഗാ ചാർജ് ഈവന്റിൽ 1ാം സ്ഥാനം നേടിയിരിക്കുന്ന ടീം തിരിഞ്ഞു നോക്കിക്കോളൂ. ഒപ്പം തന്നെ ഈ അവസരത്തിൽ പറയട്ടെ, നമ്മുടെ ഫസ്റ്റ് റണ്ണർ അപ്പ് ആയ നമ്മുടെ ടീം അല്ലേ, തനൈ ആൻഡ് തൻവി, കൺഗ്രാറ്റുലേഷൻസ്. എടുത്ത് പൊക്ക് നമ്മുടെ ചെക്കനെ. മിടുക്കനാട്ടോ. ഈ ഫസ്റ്റ് നിനക്കും കൂടെ അവകാശപ്പെട്ടുണ്ട. തനൈ ആൻഡ് തൻവി, നമ്മുടെ ഫസ്റ്റ് റണ്ണറപ്പ് ആയിട്ട് നേടിയിരിക്കുന്നത് തനൈ ആൻഡ് തൻവിയാണ്. ഇത് ഞാൻ പ്രഖ്യാപിച്ച് കഴിഞ്ഞപ്പോ തന്നെ സാർ എന്നോട് ഒരു കാര്യം പറഞ്ഞു. എന്തായിരുന്നു സാർ ഇപ്പൊ പറഞ്ഞത്? എന്റെ ആഗ്രഹം ഇവർക്ക് തന്നെ കൊടുക്കണമെന്നായിരുന്നു. അതായത് മിൽമ നൽകുന്ന 1.5 ലക്ഷം രൂപ സേഫ് ആയിട്ട് സാർ ആർക്കാണോ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച അവർക്ക് തന്നെ ലഭിച്ചിരിക്കുന്നു. സന്തോഷായി. ശരിയാണ്. ഞങ്ങളുടെ ചെറുപ്പത്തിൽ ഇത്തരത്തിലുള്ള അവസരങ്ങളൊന്നും ഇല്ലായിരുന്നു. അന്ന് ചെറിയ തോതിലുള്ള മിമിക്രിയൊക്കെ കലാഭവൻ ആരംഭിച്ച കാലഘട്ടമാണ്. അപ്പൊ ആ സമയത്ത് ഇല്ലാത്തൊരവസരം ഈ കുട്ടികൾക്ക് കിട്ടിയതിൽ
വലിയ സന്തോഷം. വെരി ഗുഡ്. Alright, thank you so much. അമ്മ എന്തായാലും ഫസ്റ്റ് റണ്ണറപ്പ് നേടിയിരിക്കുന്ന തനയ ആൻഡ് തൻവി മിൽമ നൽകുന്ന 1.5 ലക്ഷം രൂപയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ചെയർമാൻ സർ, വത്സൻ സർ അത് നൽകേണ്ടതാണ്. 1 ലക്ഷം രൂപ പ്ലീസ്. അതല്ല, 1-ാം ക്ലാസ്സിൽ പഠിക്കുന്നവന് 1.5 ലക്ഷം രൂപ. നമ്മൾ 1-ാം ക്ലാസ്സിൽ പഠിച്ചപ്പോ എന്ത് ചെയ്ത്? അതൊന്നും അവനൊരു വിഷയമല്ല. ഞാനും ചെറുതായപ്പോ ഞാൻ ആകെ അറിയുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് മിൽമ എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് രാവിലെ നമ്മൾ കണ്ടുണരുന്ന നന്മയാണ് മിൽമ എന്ന് പറയുന്നത്. ഇപ്പൊ ഇവന്റെ മനസ്സിൽ ഇതാണ്, മിൽമയുടെ കുറെ സാധനങ്ങൾ എനിക്ക് കിട്ടി അല്ലേ, മധുരമായിട്ടുള്ള കുറെ കാര്യങ്ങൾ കിട്ടി, അത്രേ ഉള്ളൂ. ജോളി ലൈഫ് എന്ന് പറഞ്ഞാൽ ജോളി ആവാം. ഓക്കെ, കൺഗ്രാറ്റുലേഷൻ. ഉമ്മ ലവ് യു ചക്രേ, അടിപൊളി. അതുപോലെ തന്നെ ഒരു മൊമെന്റോയും കൂടെ ഉണ്ട്. ശ്വേത ചേച്ചി വേണം അത് നൽകാനായി. നമ്മുടെ ഫസ്റ്റ് റണ്ണറപ്പിന് നൽകുന്നു ശ്വേത ചേച്ചി. Token of love from Comedy Masters on a Mega Charge event. Thank you so much, sir. Thank you for your presence. Alright, നമ്മൾ എല്ലാവരും വെയിറ്റ് ചെയ്ത മൊമെന്റിലേക്കാണ് നമ്മൾ ഇനി കടക്കാൻ പോകുന്നത്. അമൃത TV നൽകുന്ന 2 ലക്ഷം രൂപ നേടിയിരിക്കുന്ന നമ്മുടെ സ്വന്തം രഞ്ജിത്തേട്ടൻ, രജി ചേട്ടൻ. കൺഗ്രാറ്റുലേഷൻസ്. പൈസ വേണോ മൊമെന്റോ വേണോ ആദ്യം, അതോ ഫുൾ ആഘോഷം ഒരുമിച്ച് വേണോ? എന്താണ് കേക്കട്ടെ? എല്ലാം വരട്ടെ. അതാണ് അമൃത TV നൽകുന്ന 2 ലക്ഷം രൂപ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആസ് എ ടോക്കൺ ഓഫ് ലവ് മച്ച് അവൈറ്റഡ് നമ്മുടെ മൊമെന്റോയും നൽകുന്നുണ്ട്. അതിനായിട്ട് ഞാൻ കൃഷ്ണനന്ദൻ സാറിനെയും സിന്ധു ചേച്ചിനെയും ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. ടു ഹാൻഡ് ഓവർ അമൃത TV നൽകുന്ന ഫസ്റ്റ് പ്രൈസ് ആയ 2 ലക്ഷം രൂപ പ്ലീസ്. Congratulations! Comedy Masters on a Mega Charge event winner! സൂപ്പർ. ഇതോടൊപ്പം തന്നെ ഒരു മൊമെന്റോയും കൂടെ നമ്മൾ നൽകുന്നുണ്ട്. ശ്വേത ചേച്ചി. യെസ്. ഇതാണ് നമ്മുടെ വിന്നേഴ്സ് ആൻഡ് ദി സെക്കൻഡ് റണ്ണർ അപ്പ്. ഒന്ന് നടന്നിട്ട് ഇങ്ങോട്ട് വായോ രണ്ടുപേരും. ബാ നിങ്ങളും പോട്ടെ. അങ്ങനെ നമ്മള് എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് ആ പ്രൈസ് മണി ഉൾപ്പെടെ വിന്നേഴ്സ് ഉൾപ്പെടെ എല്ലാം ഗംഭീരമായിട്ട് നടന്നിരിക്കുകയാണ്. പക്ഷേ ഇവിടെ തീർന്നിട്ടുണ്ടോ? ഇല്ല. ചാർജ് വീണ്ടും ഓണല്ലേ? ആഹാ, ഏത് മൂഡ്? അല്ല, ഞാൻ വേറൊരു കാര്യം കേട്ടു. ഇത്ര ആൾക്കാർ ഇവിടെ ഉണ്ട്, ഒരു ഏലിയനും ആക്കിലും ഉണ്ടായിരുന്നില്ല. അവരെവിടെ പോയി? കഴിഞ്ഞ മനോജേ, ഏത് മൂഡ്? മിമിക്രി മൂഡ്. വാ. എടാ, ഏലിയൻ ചിരിക്കുന്നു. അയ്യോ, ചിരിയടാ, ഒന്നും ചിരിയടാ. 3 മണിക്കൂർ കൊണ്ട് ഇങ്ങനെയാണെങ്കിൽ 5 മണിക്കൂർ വാ കീറി പോയി. അങ്ങനെ ചിരിപ്പിച്ച എന്റെ കയ്യിലാണ് വന്ന് പെട്ടത്. ഒന്നും പറയാൻ പറ്റില്ല. വന്ന് ഇവിടെ ഏലിയൻ എല്ലാവരും കൂടെ മിങ്കിൾ ചെയ്യുമായിരുന്നല്ലോ. എല്ലാവരുടെ കയ്യിൽ നിന്നും മിമിക്രി പഠിക്കുന്നു, അവരെ പരിചയപ്പെടുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ ആയില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. അല്ല, നാളെ ന്യൂസ് വൈറ്റില പോലീസ് മാട്ടിച്ചേട്ട ഏലിയനെ പിടിച്ചു. എന്നിട്ട് ജാമ്യത്തിലിറങ്ങാൻ വേറൊരു ഏലിയെ ID കാർഡ് ഇട്ട് വന്നിരിക്കും. എന്നിട്ട് ഈ ഏലിയൻ എന്തെങ്കിലും പഠിച്ചോ? ഏലിയൻ എന്തൊക്കെ പഠിച്ചെന്നാ ഞാൻ അത്ഭുതപ്പെട്ടു. നിങ്ങൾ എല്ലാരും കേൾക്കണം. ഞാൻ വിചാരിച്ചല്ല നമ്മൾ മനുഷ്യന്മാര് പോലും ഇത്ര പെട്ടെന്ന് ഒരു ഐറ്റവും പഠിച്ചെടുക്കൂല. ഒന്നും എത്ര പെട്ടെന്ന് പറയാ മിമിക്രി പഠിച്ചത്. ഫസ്റ്റ് പഠിച്ചത് ഭയങ്കര പ്രയാസമുള്ള പരിപാടിയാണ് ഈ വെടിക്കെട്ട്. ഏറ്റവും പെട്ടെന്ന് പഠിച്ച അതായിരുന്നു വെടിക്കെട്ട്. 2 സാധാരണ നേരത്തെ വന്ന പോലെ ഇപ്പൊ എന്റെ അടുത്ത് പറയല്ലേ, ഞാൻ അവിടെ വരുമ്പോ വെടിക്കെട്ട് ചെയ്യും. അത് മാത്രം പോലെ എനിക്ക്
ഹാൻഡ് മൈക്കും വേണമെന്ന്. അപ്പം പ്രൊഫഷണലായേ അത് ചോദിക്കോ? പ്രൊഫഷണലായ ഒരു ഹാൻഡ് മൈക്ക് ആരെങ്കിലും ഒരു ഹാൻഡ് മൈക്ക് കൊടുക്കും. പ്രൊഫഷണൽ ഞാൻ തന്നെ തരാം. ഇത് പ്രൊഫഷണൽ മൈക്ക്. അതാണ് ജുബ്ബ ഇട്ടേക്കണ. പൊളിക്കും. അസീസ നിനക്ക് കഷ്ടപ്പെട്ടാണ് ഒരു മൈക്ക് ഒപ്പിച്ചു തന്നത്. അത് ഒന്നും പറയൂ. അയ്യോ ഓക്കെ, ജയിലിൽ കിടക്കുന്ന പോലെ മൈക്ക് അല്ലേ? അല്ല പറ്റോ, ജയിലിൽ കിടക്കും പോലെ. വേറൊരു അന്യഗ്രഹത്തിൽ നിന്നും കേരളത്തിലെത്തി മിമിക്രി പഠിച്ച് പ്രൊഫഷണൽ മിമിക്രി ആർട്ടിസ്റ്റായി മാറിയ ഞങ്ങൾ മലയാളികൾ വളരെ സ്നേഹത്തോടെ വിളിക്കുന്ന നെടുമങ്ങാട് മനോജ് അവതരിപ്പിക്കുന്ന വെടിക്കെട്ട്. മുത്തുക്കട ഒന്നണ്ട, മുത്തുക്കട വേണ്ട, 2 മുത്തുക്കട. ഒന്നുകൂടെ. ഇത് ഒരാളുടെ വായിൽ നിന്നും 2 ശബ്ദം വന്നു. ഇതല്ലേ ആർട്ടിഫിഷ്യൽ പഠിപ്പിച്ചു കൊടുത്തത് മറന്നുപോയത്. അതെ, കണ്ടത് ആരാ ഹരിശ്രീ എഴുതിയത്? അതെ, എല്ലാരും ശരി നിർത്തിക്കോ. എന്താണ് അടുത്ത ഐറ്റം? അടുത്ത ഐറ്റം എന്താ? നമ്മള് അപ്ഡേഷൻ എന്ന് പറയുന്നത് നമ്മൾ പലർക്കും ഇല്ലാത്തൊരു കാര്യമാണെന്ന് പറയാം. പക്ഷേ ഈ എനിക്കില്ല നോക്കി. ഏലിയൻ അപ്ഡേഷൻ ഉണ്ട്. നേരത്തെ അവിടെ നിന്നിട്ട് നമ്മൾ ഏലൂർ ജോർജ് ചേട്ടൻ ജോർജ് സാറിന്റെ ശബ്ദം ചെയ്തില്ലേ? അപ്പൊ പുള്ളി അപ്പ എന്റെ അടുത്ത് പറഞ്ഞു, മനോജ് പറഞ്ഞു എനിക്ക് പുതിയ ഐറ്റം കിട്ടി. ഏത്? തുടരുമില്ല ജോർജ് സാറിന്. സത്യം ഇല്ലടാ, പറഞ്ഞില്ലടാ? പറഞ്ഞു. അതോ പറയിപ്പിച്ചോ? ശരി, അപ്പൊ അതാണ് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ജോർജ് സാറിന്റെ വോയിസ് ആണോ കേൾക്കുന്നത്? ജോർജ് സാർ, അതായത് തുടരും സിനിമയിലെ നെടുമങ്ങാട് മനോജ് അവതരിപ്പിക്കുന്നു. തുടരും സിനിമയിലെ ജോർജ് സാർ. കേൾക്കാം. മോനെ, ഞാനിവിടെ വന്നിട്ട് 12 മണിക്കൂറായി. ഇതിനിടയ്ക്ക് പല മിമിക്രി ഞാൻ കണ്ടിട്ടുമുണ്ട്, കണ്ട് പഠിച്ചിട്ടുമുണ്ട്. ഓക്കെ, അതുകൊണ്ട് പറയാണ്, ഈ ഏലിയൻ മിമിക്രിയിൽ തുടരുന്നെ ചെയ്യും. അഖിലേ, ആ മനോജിന് ശേഷം ഒരു സാധനം കിടപ്പില്ലേ? മാറ്റാൻ പറ്റുമോ? അതൊരു പ്രശ്നമുണ്ടല്ല. ഇവന്റെ കഞ്ഞിക്കൂടിയൊക്കെ എന്റെ വീട്ടിലായിരുന്നേ. എന്റെ റേഷൻ കാർഡിൽ അവന്റെ പേരുണ്ട്. അല്ല, അത് മാത്രല്ല, ഇനി അവൻ ആകാശത്ത് ചെന്നിട്ട് ബഹിരാകാശത്ത് ചെന്നിട്ട് പറയാം, അസീസ് നെടുമങ്ങാടക്ക് എന്റെ കൂട്ടുകാരനാണ്. കണ്ണൂർ സ്കോഡ് 3-4 വട്ടം ഓടും അവിടെ. നമുക്ക് പറ്റിയ പരിപാടി എന്താ അറിയാമോ? ഇനിയിപ്പോ കുറച്ച് സമയമല്ലേ കിട്ടിയുള്ളൂ. ഇവനെ നമുക്ക് പ്രസാദ് ഏട്ടന്റെ കലാഭവനിലോട്ട് തന്നെ വിടാം. ഇവ അവിടെ പോയി പഠിക്കട്ടെ. പഠിച്ചിട്ട് അടുത്ത വർഷം ഓണത്തിന് ഗുഡ് ഐഡിയ മിമിക്സ് പരിപാടി വിടാം വിത്ത് സ്പോട്ട് ഡബ്. ഓക്കെ, അത് ഏതെന്നറിയാം? സ്പോട്ട് ഡബ് ചെയ്യുന്ന അവതാർ. പൊളിക്കും, നമുക്ക് കാണാം. എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം. എല്ലാവർക്കും കൂടെ നമുക്ക് ഇവിടെ ഒന്ന് ഒത്തുകൂടി ഇതൊന്ന് ആഘോഷമാക്കിയിട്ട് അങ്ങ് വൈൻഡ്. ഓക്കെ, എല്ലാരും എത്തിയിരിക്കാണ്. അപ്പൊ നോബി ചേട്ടാ, ശ്വേതേച്ചി, നമ്മളെല്ലാരും എത്തി. ഇനി അങ്ങോട്ട് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാന്നുള്ളൊരു. എലീന, ഒരുപാട് സന്തോഷം. കാര്യം ഈ ഓണം മെഗാ ചാർജ് ഇവന്റിൽ ഇത്രയും നമ്മുടെ സീനിയേഴ്സിനെയും നമ്മുടെ സഹപ്രവർത്തകരെ കണ്ട ഒത്തിരി സന്തോഷം തോന്നി. കാര്യം എത്ര സങ്കടങ്ങളും ദുഃഖങ്ങളും ഉണ്ടെങ്കിലും എല്ലാവരും ഒരുമിച്ച് കാണുമ്പോൾ ഒരു ചിരിയും ഒരു സന്തോഷം പങ്കുവയ്ക്കലും ഒക്കെ ഉണ്ട്. ഈ സമയത്ത് നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഒത്തിരി പേരുണ്ട്. അവർ ഈ സമയത്ത് ഓർക്കാതിരിക്കാൻ പറ്റും. അവർ ഈ വേദിയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇതിൽ കൂടുതൽ രസകരമായിരിക്കും ഈ വേദി. നമുക്കൊന്ന് അവരെ കണ്ടായിരിക്കും. കേട്ടില്ലേ കേരള മണ്ണിൽ കേളിയൊരുങ്ങി കാഹളമായി ഒന്നാകാം പൊന്നോണപ്പൂവാകാം. പച്ചോലപ്പന്തും കെട്ടി പമ്മി പമ്മി പായും കാലം വന്നേ ഒരു കുട്ടിപ്പാട്ടായി കാറ്റേ ചുറ്റാ. പിടിച്ചപ്പോളം ഒരു പൂക്കാലം കനവാകെ വർണ്ണത്തുമ്പിക്കോണക്കാലം. തെങ്ങോലക്കിളിയെ നീ കൂടെ വായോ, തേനൂറും പൂപ്പാട്ടും മൂളിത്തായോ. തളിരിൽ മൃദുവായി മനസ്സോ വിരിഞ്ഞേ.
ചില സമയത്ത് നമ്മൾ പറയും ഈ AI പുതിയ ടെക്നോളജി വന്നു, നമുക്ക് അത് ഭയങ്കര എന്താ പറയുന്നത്, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ബിക്കോസ് ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഇതിപ്പം നമ്മൾ അവരെ ഓർക്കാൻ വേണ്ടി മാത്രം ചെയ്ത ഒരു ഇതാണ്. പക്ഷെ എന്നാലും ഞാൻ പറയാണ്, ഇറ്റ് വാസ് വെരി നൈസ് ഐ ഫെൽറ്റ്. ബിക്കോസ് അവരെയൊക്കെ നമുക്ക് ചിരിച്ച് അവരുടെ ഒരു മൂവ്മെന്റ് കാണാൻ പറ്റാന്ന് പറയുന്നത് അവരും നമ്മൾ ഇപ്പോഴും ഉണ്ട് എന്നുള്ള മനസ്സിലാക്കുന്ന രീതിയിലുള്ളൊരു വീഡിയോ. സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് AI കാണുമ്പോൾ സുബി പോലെ തോന്നി. നമുക്കെല്ലാവർക്കും അവരായിട്ട് നല്ല ആത്മബന്ധം, അതുകൊണ്ടാണ് നമ്മളെല്ലാവരും സൈലന്റ് ആയി പോയത്. ഇത്രയും നേരം നമ്മളെല്ലാവരും ചിരിച്ച് കളിച്ച് നിന്നവരാണ്, ഈ കോമഡിക്കാരാണ് ഇത്രയും മൂകമായ ഒരു അന്തരീക്ഷത്തിലോട്ട് പോയത്. അല്ല, ഒന്നും പറയല്ലേ, ഇതിപ്പോൾ ഭയങ്കര വിഷമമായി, ഭയങ്കര സന്തോഷത്തിലിരുന്നതാണ്. എല്ലാവർക്കും വിഷമമുണ്ട്, പക്ഷെ സുബിയെ കണ്ടപ്പം ഞങ്ങളുടെ കൂടെ ഒരുമിച്ച് നിൽക്കേണ്ടതല്ലേ. ഈ സമയത്ത് നമ്മൾ ഓർക്കേണ്ട മറ്റൊരു വ്യക്തിയാണ് ആബേലച്ചൻ. എന്നെക്കാട്ടിലും കൂടുതൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ ആബേലച്ചൻ ഇട്ടൊരു വിത്താണ് ഇത്രയും കലാകാരന്മാരെ സൃഷ്ടിച്ചത് അല്ലേ? ഒരു മരം പോലെ അല്ലേ? ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് വിശ്വസിക്കുന്നു. ആ വിത്തിൻ്റെ ഒപ്പം സഹകരിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യം, അല്ലേ ഷാജോൺ, പ്രജോത്? നമുക്കെന്നാ ഒരു വീഡിയോയും കൂടെ ഒന്ന് കാണാം. ഓക്കെ, How beautiful. ഇതാണ് ശരിക്കുള്ള മിമിക്രി അല്ലെ? മിമിക്രി എന്ന് പറയുന്നതിന് പകരം മിമിക്ട്രി, ഒരു വലിയ വൃക്ഷം. ആബേലച്ചൻ ഇട്ട ഒരു വിത്ത് വലിയൊരു മരമായി, ഒരുപാട് ശാഖകളുണ്ടായി, ഒരുപാട് ഇലകളുണ്ടായി, ഫലങ്ങളുണ്ടായി അല്ലേ? ഇപ്പൊ ഹാപ്പി ആയില്ലേ? ഒരു AI കൊണ്ട് ഇങ്ങനെ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു സാധനം, അത് മിമിക് ട്രീ ആയിട്ട് വളർന്നു. ആ ട്രീൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ എല്ലാവരും ഉണ്ട്. അതിലൊന്നും അല്ലാത്ത എനിക്കും ജോയിൻ ചെയ്യാൻ പറ്റിയതാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. കാരണം സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ കോമഡി ഷോ ആങ്കർ ചെയ്ത് ഇവിടെ നിൽക്കുന്ന എല്ലാവരെയും എനിക്ക് ഭയങ്കരമായിട്ട് ക്ലോസ് ടു മൈ ഹാർട്ടാണ്. എൻ്റെ അടുത്ത് എത്ര പേര് ചോദിച്ചിട്ടുണ്ടെന്ന് മിമിക്രി ചെയ്യുമെന്ന്. കാരണം അത്രയ്ക്കും ഞാനും നിങ്ങളോടൊപ്പം തന്നെ ജോയിൻ ചെയ്തൊരു വ്യക്തിയാണ്. നമുക്ക് ആബേലച്ചന്റെ ലോകത്തേക്ക് പോയാലോ? ആ സന്തോഷമുള്ള ലോകത്തേക്ക് പോവാം. വാ. ഇനി ഇവിടെ നിന്ന് നമുക്ക് പാട്ടൊക്കെ പാടി അടിച്ചു പൊളിച്ച് ഡാൻസ് ഒക്കെ കളിച്ചങ്ങ് മൈൻഡപ്പ് ചെയ്യാം. ആരാണ് പാട്ട് പാടാൻ പോകുന്നത്? വർഷങ്ങളായിട്ട് ഓണത്തിനടുക്ക് പൂട്ട് കച്ചവടം എന്നുള്ള കാസറ്റ് മലയാളികളുടെ മുമ്പിൽ എത്തിച്ച വ്യക്തിയാണ് ഷിജു അഞ്ചുമന. അതുപോലെ തന്നെ സൈമൺ നവോദയുണ്ട് കൂട്ടത്തിൽ. അതെ, അപ്പൊ ചേട്ടൻ തന്നെ ചെയ്ത ഒരു പാട്ട് തന്നെയാണോ? കുറിച്ചാണ്. അടിപൊളി. സങ്കടങ്ങൾ മറന്നിട്ട് ചിരിക്കാൻ നമുക്കുണ്ട് മിമിക്രി എന്നൊരു കലനാട്ടിൽ. വേദി തോറും ചിരിയതു നിറയ്ക്കാൻ ഇവിടുന്നു മിമിക്രി എന്നൊരു കല മാത്രം. ഇന്നു നാട്ടിലെ സംഭവ കഥകൾ നർമ്മത്തിൽ ചാലിച്ചു മർമ്മത്തു കൊടുത്തിടുമ്പോ കുറിക്ക് കൊണ്ടു വിളറുന്നു ചില കൂട്ടർ. ഇതൊക്കെ കണ്ടു ചിരിക്കുന്നു ജനക്കൂട്ടം. കുറിക്ക് കൊണ്ടു വിളറുന്നു ചില കൂട്ടർ. ഇതൊക്കെ കണ്ടു ചിരിക്കുന്നു ജനക്കൂട്ടം. മിമിക്സ് പരേഡ് എന്നൊരു പേരിൽ തുടങ്ങിയ കല ഇതു പാരി. പേരെടുത്ത കലയായി മാറി, അതിൽ തിളങ്ങിയവർ താരങ്ങളായി മാറി. എന്നും ജനഹൃദയത്തെ രസിപ്പിക്കും മിമിക്രി കണ്ടാസ്വദിച്ചങ്ങാതിൽ ലയിച്ചുറക്കെ ഉറക്കെ ചിരിക്കാം. മിമിക്രി കണ്ടു രസിക്കുന്ന ജനമെന്നും
മനസ്സുകൊണ്ടു നേരുന്ന ആശംസ മിമിക്രി കണ്ടു രസിക്കുന്ന ജനമെന്നും മനസ്സുകൊണ്ടു നേരുന്ന ആശംസ. സങ്കടങ്ങൾ മറന്നിട്ടു ചിരിക്കാൻ നമുക്കുണ്ടു മിമിക്രി എന്നൊരു കലനാട്ടിൽ. ഓണനാളിങ്ങെത്തിയെന്നു പലരും അറിയുന്നതിന്നു നല്ല കോമഡി തൻ പേരിൽ.